പണി എന്ന സിനിമ മലയാളത്തിലെ ചില കാര്യങ്ങൾ സംഭാവന ചെയ്തു. എങ്ങനെയാണ് ഒരാൾക്ക് പണി കൊടുക്കേണ്ടത്, ഒരാളെ എങ്ങനെയാണ് അയാളുടെ കയ്യും കാലും അടിച്ച് ഓടിക്കേണ്ടത് എന്ന് ആ പണി എന്ന സിനിമയ്ക്കകത്ത് കൃത്യമായി കാണിച്ചിരിക്കുന്നു. അത് കൊച്ചിയിലെ കാപ്പ കേസ് പ്രതിയായ ശ്രീരാജ് അത് അങ്ങനൊരു പണി കൊടുക്കുന്നത് നമുക്ക് കാണാൻ ദൃശ്യത്തിൽ കൂടെ കാണാം. കാരണം അത് കേരളത്തിലെ എല്ലാ ചാനലുകാരും അതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് എങ്ങനെയാണ് പണി കൊടുക്കുന്നത്. ഒരു ഭിത്തിയുടെ അടുത്ത് നിസ്സഹായനായ ഒരു പയ്യൻ നിലവിളിക്കുന്നത് നമുക്ക് കാണാം. കാപ്പ കേസിൽ ഗുണ്ട അയാൾ ഒരു കടുക്കൻ ഇട്ടിട്ടുണ്ട്, കയ്യിലൊരു ഇരുമ്പ് വടിയിരിപ്പുണ്ട്. ആ വടി കൊണ്ട് ഇയാളുടെ കാല് അടിച്ചോടിക്കുന്നത് നമുക്ക് കാണാം. ഒരു ചുമന്ന ഷർട്ടിട്ട അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ഇട്ട പയ്യൻ തറയിൽ കിടക്കുന്നതും ഇയാളുടെ കാല് പിടിക്കുന്നതും ഇനി അടിക്കല്ലേ എന്ന് പറയുമ്പം അയാളെ കൈവെള്ളയ്ക്കകത്തോട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കുന്നതും അതിനുശേഷം അയാളുടെ മുട്ടിന് താഴെ കാലിലടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. ഇത് വളരെ ലൈവായി അയാളുടെ തന്നെ തൃക്കാക്കരയുള്ള ആ പയ്യൻ്റെ മൊബൈലിൽ തന്നെ ഇത് പിടിച്ച് അത് സർക്കുലേറ്റ് ചെയ്തത് നമുക്ക് കാണാം. ഈ ശ്രീരാജ് എന്ന് പറഞ്ഞ ഗുണ്ട അയാൾ കാപ്പ കേസിലെ പ്രതിയാണ്, ധാരാളം കേസിലെ പ്രതിയാണ്. ഇയാളെ തല്ലുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അതും മൊബൈലിൽ കാണാം. അയാൾ വിളിച്ചു പറയുന്നത്, നിന്നെപ്പോലെ തന്നെ ഞാൻ ഉപദ്രവിച്ച ചില ആൾക്കാർ അവരുടെ ചെവി അറുത്തെടുത്തിട്ടുണ്ട്, അവരുടെ നാക്ക് പിഴുതെടുത്തിട്ടുണ്ട്. 1087 കേസിലെ പ്രതിയാണ്. ആ ചെയ്തതിനകത്ത് ചിലരുടെ കൈ മുറിച്ചെടുത്തിട്ടുണ്ട്, കൈവിരൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭീഷണികൾ ഇയാൾ ചെയ്ത ധീരകൃത്യങ്ങൾ അത് വിളിച്ചു പറയുന്നത്, അത് റെക്കോർഡ് ചെയ്ത് അതും സർക്കുലേറ്റ് ചെയ്യുകയാണ്. എത്ര ഭീകരമായ രംഗമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനസ്സുള്ള, ഇതുപോലെ വൈകൃതമായ മനസ്സുള്ളവന്മാരെ എങ്ങനെയാണ് പോലീസ് വെളിയിൽ വിടുന്നത്? ഇവനൊന്നും ഒരു കാലത്തും ജീവിതത്തിൽ ആ സൂര്യപ്രഭയൊന്നും കാണാൻ പാടില്ല. ഇവനെ നിത്യമായി ജയിലിലിടണ്ട. ഇങ്ങനെ ധാരാളം ഗുണ്ടകൾ കേരളത്തിലുണ്ട്. ഇത്ര ക്രൂരമായി മനുഷ്യനെ പീഡിപ്പിക്കുകയും മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നതും മനുഷ്യനെ അവരുടെ അംഗഭംഗം വരുത്തുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. പക്ഷേ ഇവരെങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്? ആരാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത്? ആ ജാമ്യക്കാരെ കൂടെ അകത്താക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ സംരക്ഷിക്കുന്ന ജാമ്യക്കാരെ തീർച്ചയായിട്ടും അത് കോടതി കൊടുക്കട്ടെ. ജാമ്യക്കാരില്ലെങ്കിലും കോടതി കൊടുക്കും അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ. പക്ഷേ ഈ ഗുണ്ട ശ്രീരാജ് എന്ന് പറയുന്ന ആൾ ഈ തൃക്കാക്കരയുള്ള പയ്യൻ്റെ വീട്ടിൽ രാത്രി എത്തി. അയാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അയാളെ കത്തി കാണിച്ച് അയാളെ കഴുത്തിൽ വെച്ചു, അയാളെ ഭീഷണിപ്പെടുത്തി, ഇറങ്ങി വാടാ വെളിയിൽ, എൻ്റെ കൂടെ വാടാ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിൻ്റെ കഴുത്തറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറക്കത്തിലുള്ള ആ പയ്യൻ ചാടി എഴുന്നേറ്റ് ഇയാളുടെ ഒപ്പം പോകാൻ തയ്യാറായി. കാരണം അയാളുടെ ഒരു പെൺകുട്ടിയെ ഇയാൾ വിളിക്കുകയോ തൃക്കക്കരക്കാരൻ വിളിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരം മുഴുവൻ കേൾക്കുന്നത്. തൃക്കാക്കര സ്വദേശിയായ യുവാവിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വൈറലായിരിക്കുന്നു. അയാളെ കഴുത്തിൽ കത്തി വെച്ചു, നിൻ്റെ കഴുത്ത് ഞാൻ അറക്കും, നീ വെളിയിൽ വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ ഒപ്പം ഇറങ്ങിപ്പോവും. അയാളുടെ കൈ കത്തിയുണ്ട്. അയാൾ ഈ പയ്യനുമായിട്ട് ആ വീടിൻ്റെ വെളിയിലിറങ്ങി. പിന്നീടാണ് ആരും കാണാത്ത രീതിയിൽ ഒരു ചെറിയ ഒരു മതിലിൻ്റെ അടുത്തോട്ട് ചേർത്ത് നിർത്തി ഇയാളെ ഈ കമ്പി വടി കൊണ്ട് അടിക്കുന്ന ദൃശ്യം നമ്മൾ കാണുന്നത്. നീ എൻ്റെ പെൺകുട്ടിയുമായിട്ട് നീ അടുക്കാൻ ശ്രമിക്കരുത്, നീ അവളെ ഫോൺ ചെയ്യരുത്, അതുകൊണ്ടാണ് നിനക്കിട്ട് ഈ പണി തരുന്നത്. അത് പണി സിനിമയിലെ പണി തന്നെയാണ് തരുന്നത്, അതേ പണി തന്നെയാണ് നിനക്കും തരുന്നതെന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് വടിയിലെ കണ്ട് അടിക്കുന്നത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. അതങ്ങ് വൈറലായിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രവൃത്തികളാണ് കേരളത്തിലെ പൊതുവെ കാണുന്നത്. ഗുണ്ടകളെ യഥേഷ്ടം വിഹരിക്കുന്നതും അവരെ ക്രൂരമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയരാകുന്ന കാഴ്ച. അതെന്നിട്ട് അവർ തന്നെ അവരെ വാട്സാപ്പിൽ അല്ലെങ്കിൽ അവരുടെ ഈ പ്രതിയുടെ അല്ലാത്ത സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ച് ഈ ഇഞ്ചേർഡിൻ്റെ തൃക്കക്കരക്കാരൻ്റെ അവൻ്റെ മൊബൈലിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീരവാദം അടിക്കുന്നുണ്ട്. താൻ എത്ര പേരെ അംഗഭംഗം നടത്തിയിട്ടുണ്ട്,
അവരുടെ ചെവി അറുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ അവയവങ്ങൾ അറുത്ത കാര്യം വീമ്പിളക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിലേക്കൊക്കെ ഇവൻ്റെ അഡ്മിഷനായിട്ട് ഒരു കൺഫെഷനായിട്ട് ആ കേസ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അഡീഷണൽ എവിഡൻസ് ആയിട്ട് ഇയാളുടെ ഈ കൺഫെഷൻ, ഈ കുറ്റസമ്മത മൊഴി തീർച്ചയായിട്ടും ഇവനെതിരായിട്ടുള്ള കേസുകൾ കോടതിയിലോട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കണം. കാരണം അതൊരു അഡീഷണൽ എവിഡൻസാണ്, ഒരു അഡ്മിഷനാണ്, കൺഫെഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡിജിറ്റൽ എവിഡൻസാണ്. അതുകൊണ്ട് പോലീസ് ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യത്തിൽ എവിഡൻസ് കൊടുക്കണം. 87 ധീരകൃത്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ വീമ്പിളക്കിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും പലരും കേസ് കൊടുക്കാതെ പിന്മാറിയിട്ടുണ്ടാകാം. എങ്കിലും 87 പേരെ ഇയാൾ ഉപദ്രവിച്ചെന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കറിയാം ഒരു മുൻ മന്ത്രി MLAയും ഇതുപോലെ വീമ്പിളക്കിയ ഒരു സംഭവം നമുക്കറിയാം കേരളത്തിൽ. കാരണം ഓരോന്നും വിളിച്ചു പറയുന്നുണ്ട്. അതിനകത്ത് ആളെ കൊന്ന കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ മലയാളികൾക്ക് സുപരിചിതമാണ്, അങ്ങനെയുള്ള ആ ഒരു സംഭാഷണങ്ങളൊക്കെ. അതേ രീതിയിൽ തന്നെയാണ് ഇയാളും ഈ പണി എന്ന സിനിമയിൽ കണ്ട അതേ രീതിയുടെ ഡിറ്റോ ആയ ഒരു കോപ്പി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസ് അതിശക്തമായ നടപടി ഇക്കാര്യത്തിലുണ്ടാകണം. കാരണം ഇവർക്ക് ശിക്ഷിച്ച് മാത്രമേ ഇവനെ വെളിയിൽ വരാവുള്ളൂ. ഇവനിനി പുറത്തേക്ക് വരരുത്. ഇവൻ്റെ നേരത്തെയുള്ള കേസുകളിനകത്ത് അഡീഷണൽ എവിഡൻസ് കൊടുക്കണം. തൃക്കാക്കരയിലെ ഈ പയ്യന് ഏത് പെൺകുട്ടിയാണ് ഇവനുമായിട്ട് അടുപ്പമുള്ളവരെ പോയി വിളിച്ചതെന്ന് നമുക്കറിയില്ല. അതൊക്കെ പോലീസ് കണ്ടെത്തുമായിരിക്കും ഈ കേസോടുകൂടി. ഈ പയ്യൻ ഭയപ്പെട്ടിട്ട് കേസ് കൊടുക്കാതിരിക്കാൻ തയ്യാറാവുമോ ഇല്ലയോ എന്നൂടെ ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഈ ഗുണ്ട എന്ന് പറയുന്ന ശ്രീരാജ് കുറേ അധികം കേസുകളിൽ കൊച്ചിയിലെ പ്രതിയാണ്. പലർക്കും ഇയാളെ ഭയമാണ്. അതുകൊണ്ട് ജനങ്ങളെ ഓർത്തെങ്കിലും പോലീസ് ഇവനെ ശിക്ഷിപ്പിക്കണം. അടിയന്തരമായിട്ട് ഇവൻ്റെ കേസുകളെല്ലാം കുറ്റച്ചാർജ് കൊടുത്ത് അവനെ കോടതിയിൽ ശിക്ഷിപ്പിക്കാനുള്ള നടപടി എടുക്കണം. ഇവനിനി വെളിച്ചം കാണാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പോലീസ് ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള കുറേ ഗുണ്ടകൾ കൊച്ചിയിലുണ്ട്. അവരുടെ കേസുകളൊക്കെ അവിടുത്തെ കമ്മീഷണറും അവിടുത്തെ റേഞ്ചിലെ DIG IG ഒക്കെ ആ കേസുകളെല്ലാം അടിയന്തരമായിട്ട് എടുത്ത് കൊച്ചിയെ ഈ ഗുണ്ടകളിൽ നിന്ന് മോചിപ്പിക്കണം. ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും വെളിച്ചം കാണുന്നില്ല. എങ്കിലും നമുക്ക് ഇത് ഈ വാട്സാപ്പിലും അല്ലെങ്കിൽ ചാനലിലൊക്കെ വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. ആ പയ്യന ദയനീയമായി വിളിക്കുന്ന വിളി, പക്ഷേ ആ വിളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ 2 വാഹനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന് ഈ വന്ന പ്രതിയുടെ ആയിരിക്കാം, ശ്രീരാജൻ്റെ ആയിരിക്കാം, മറ്റേത് ഈ പയ്യനെ ആയിരിക്കും. വീട്ടിൽ നിന്ന് 2 പേരും ബൈക്കിലാണോ പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2 2 വീലർ ഈ തല്ലുന്നതിൻ്റെയും ഇടിക്കുന്നതിൻ്റെയും അടുത്ത് തന്നെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും അതിശക്തമായ നടപടി എറണാകുളം കമ്മീഷണർ നേതൃത്വത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഗുണ്ടകളെ ഒതുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവനിനി വെളിച്ചം കാണാത്ത രീതിയിൽ ഇയാളെ പഴയ കേസുകളെല്ലാം, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ള കേസുകളെല്ലാം ട്രയൽ മോണിറ്റർ ചെയ്ത് ഇവനെ ശിക്ഷിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.